കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച വിഷയം ലീഡർഷിപ്പിനെ കുറിച്ചാണ്, നേതൃത്വത്തെക്കുറിച്ച്. വലിയ നേതൃത്വത്തെക്കുറിച്ചൊന്നുമല്ല, വലിയ രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ വലിയ ആധ്യാത്മിക നേതൃത്വമോ അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അത് തന്നെ അല്പം കൂടി തുടരണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ അവിടെ നമ്മൾ ചെറിയ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഒരു വീട്ടിൽ അപ്പൻ നേതൃസ്ഥാനത്താണ്, അമ്മ നേതൃസ്ഥാനത്താണ്, ഒരു ക്ലാസ്സിൽ ഒരു ലീഡറുണ്ട്, ക്ലാസ് ലീഡർ, സ്കൂളിലൊരു ലീഡറുണ്ട്, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന് ഒരു ലീഡറുണ്ട്. അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഒരു നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതാവാം വലുതാവാം, പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണത്. ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ ആയിരിക്കും എന്നാണ്. അവൻ്റെ കഴിവുകൾ നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോരുത്തർക്കും സൂട്ടബിളായിട്ടുള്ള ഒരു നേതൃസ്ഥാനം ദൈവം തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനോട് നമ്മൾ യെസ് ലോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് ശോഭിക്കും. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനോട് നമ്മൾ യെസ് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ആ കാര്യങ്ങൾ സഫലമാകും. അവിടെ നമ്മൾ ശോഭിക്കാൻ ഇടയാകും. നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ട ചില ഗുണങ്ങളെക്കുറിച്ച്, ഏതാനും ഗുണങ്ങളെക്കുറിച്ച്, 4-5 ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതൊന്ന് സൂചിപ്പിച്ചിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ട് അതൊന്ന് സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല, ഒന്നാമത്തെ ഇത് പറഞ്ഞത്, ഓരോ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ദൈവോന്മുഖനായിരിക്കണം എന്നാണ്. അപ്പോൾ ദൈവമാണ് തിരഞ്ഞെടുത്തത് നിങ്ങളെ. അപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും. ആ നേതൃസ്ഥാനത്ത് വിജയിക്കുന്നതിന് ആവശ്യമായ എല്ലാ അറിവും കഴിവും ഒക്കെ ദൈവം തരും. അപ്പോൾ ദൈവോന്മുഖനായിരിക്കണം. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം ആയി ചൂണ്ടിക്കാട്ടിയത് ഔസേപ്പിതാവാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ആ കാര്യം എത്രയോ വലിയ ഒരു തിരഞ്ഞെടുപ്പാണെന്നറിയാമോ? ലോകരക്ഷകൻ്റെ വളർത്തച്ഛനാകാനായിട്ട് തിരഞ്ഞെടുത്തു. അത് നിവർത്തിക്കാനൊക്കെ സാധിച്ചത് അദ്ദേഹം എപ്പോഴും ദൈവോന്മുഖനായതുകൊണ്ടാണ്. അതുപോലെ രണ്ടാമത് ഒരു ഗുണം ഞാൻ പറഞ്ഞത്, മുൻപിൽ നിന്ന് നയിക്കുന്നവനായിരിക്കണം എന്നുള്ളതാണ്. യേശു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും മുൻപിലാണ്. മറ്റുള്ളവരെ, അനുയായികളെ മുൻപിൽ നിർത്തി ആ റിസ്ക് കവർ ചെയ്യുന്ന ആ ഒരു രീതിയല്ല യേശുവിനുണ്ടായിരുന്നത്. റിസ്ക് ഉള്ളത് നമ്മൾ ഏറ്റെടുക്കുക. നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ ഏറ്റെടുക്കണം. അങ്ങനെയാണ്. ഒരു ആട്ടിൻകൂട്ടത്തെ നയിക്കുമ്പോൾ മുന്നിൽ നിൽക്കണം. കാരണം മുന്നിലാണ് പല വിധത്തിലുള്ള അജ്ഞാതങ്ങളായ അപകടങ്ങൾ പതിയിരിക്കുന്നത്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഞാൻ അന്ന് പങ്കുവച്ചത്. മൂന്നാമത്തേത് ഞാൻ അങ്ങനെ പറഞ്ഞു, വാക്ക് പാലിക്കുന്ന ആളായിരിക്കണം എന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നേതാവിനെ അനുയായികൾ വിശ്വസിക്കണമെങ്കിൽ വാക്ക് പാലിക്കണം. പറഞ്ഞത് പാലിക്കുന്ന ആളായിരിക്കണം. പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല. ഞാൻ ഇന്നത് ചെയ്യും, അത് വീട്ടിലാവാം. അപ്പോൾ മക്കളോട് അപ്പൻ അല്ലെങ്കിൽ അമ്മ ഒരു വാഗ്ദാനം ചെയ്തു, ഇന്നത് ചെയ്യാം, പെരുന്നാളിന് കൊണ്ടുപോകാം, വേളാങ്കണ്ണിക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പിന്നെ അതിൽ നിന്ന് ഇവേഡ് ചെയ്യാനായിട്ട്, ഒളിച്ചോടാനായിട്ട് പരിശ്രമിക്കാൻ പാടില്ല. അങ്ങനെ പരിശ്രമിച്ചാൽ എന്താ തകരാറെന്നറിയാമോ? ഇനി ഒരിക്കൽ നമ്മുടെ മക്കൾ പോലും നമ്മളെ വിശ്വസിക്കില്ല. അയൽക്കാരോട് നമ്മൾ ചെയ്ത വാഗ്ദാനങ്ങളുണ്ടാവാം, ആ വാക്കുകളുണ്ടാവാം. അത് പാലിക്കണം. അത് പാലിച്ചാൽ മാത്രമേ ഇനി അവൻ വിശ്വസിക്കുകയുള്ളൂ. ഒരു സാധനം നമ്മൾ വായ്പ വാങ്ങി, പണമാകാം അല്ലെങ്കിൽ ഒരു സാധനമാകാം, അത് സമയത്തിന് തിരിച്ചു കൊടുത്താൽ മാത്രമാണ് നമ്മളെ വിശ്വസിക്കുകയുള്ളൂ. അതുപോലെ സമയം പാലിക്കുക. ഇന്ന സമയത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം.
അത് മാതാപിതാക്കൾ കൃത്യമായി പാലിക്കണം. അപ്പോൾ ചിലപ്പോൾ പറയും സിനിമ കാണാൻ കൊണ്ടുപോകാം. സിനിമ കാണുന്നത് മോശമായ കാര്യമൊന്നുമല്ല, പക്ഷേ ശ്രദ്ധിച്ചും മറ്റും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളെ തന്നെ സിനിമ കാണാനായിട്ടൊന്നും വിടാതിരിക്കുന്നത് നല്ലതാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. മാതാപിതാക്കളുടെ കൂടെ കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവരൊക്കെ യാത്രയായി ഇരുന്നു, ഡ്രസ്സൊക്കെ മാറി തയ്യാറായി ഇരുന്നു. 5 മണിക്ക് വരാമെന്ന് പറഞ്ഞു. 5 മണിക്ക് കണ്ടില്ല, 6 മണിക്ക് കണ്ടില്ല, 7 മണി കണ്ടില്ല. അപ്പോൾ നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ചെറിയ കാര്യമാണ്. വീട്ടിൽ മക്കൾക്ക്, ഭാര്യയ്ക്ക്, വീട്ടിലെ കാർന്നവരോടുള്ള, വീട്ടപ്പനോടുള്ള ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അതൊക്കെയാണ് പ്രത്യേകം. അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. പറഞ്ഞ കാര്യം അത് ഓർത്ത് കൃത്യമായിട്ട് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മണിക്ക് 1 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളവിടെ എത്തണം. പലപ്പോഴൊന്നും അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അവർ കാത്തിരുന്ന് മടുത്ത് ചിലപ്പോൾ ഇയാൾ മറന്നു പോയിട്ടുണ്ടാവാം. അതുപോലെ നമ്മൾ ഒരു മീറ്റിങ്ങിന് ചെല്ലാമെന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് ചെല്ലാനായിട്ട് 5 മിനിറ്റെങ്കിലും മുമ്പ് ചെല്ലാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി എന്നൊരു കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത് എന്ന് പറഞ്ഞാൽ ആളുകൾ തൃപ്തരാവുകയില്ല. അത് കണക്കാക്കി നേരത്തെ പോരേണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ഒരു അനുഭവം എൻ്റെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഒരു നാട്ടിൻപുറത്ത് ഒരു പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു മീറ്റിംഗ്, ഒരു ടോക്ക് കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. 6 മണിക്കാണ് മീറ്റിംഗ്. ഞാൻ 6 മണിക്ക് 10 മിനിറ്റ് മുമ്പ് അവിടെ ചെന്നു. അപ്പോൾ മൈക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. അന്ന് ഈ വലിയ കോളാമ്പിയൊക്കെ ഉള്ള സിസ്റ്റമാണ്. അത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് കെട്ടലും പിടിക്കലൊക്കെ ആയിട്ട് ഞാനും കൂടെ സഹായിച്ചിട്ടാണ് അതൊക്കെ. ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ മണിക്കൂർ ലേറ്റായിട്ട് തുടങ്ങി. നമ്മൾ കൃത്യമായി സമയം പാലിച്ചില്ലെങ്കിൽ ഒരുപാട് പേർക്ക് സമയം നഷ്ടം ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയാൽ സദ്യ ഒന്നും സമയത്തിന് കൊടുക്കില്ല. ചെക്കനും പെണ്ണും വരട്ടെ, കുർബാന കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭക്ഷണം നേരത്തെ കൊടുക്കുകയോ ഇല്ല. 1 മണി 2 മണി, പലരും 12 മണിക്ക് ഭക്ഷണം കഴിക്കുന്നവരാകും. അപ്പോൾ 12 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചു എന്ന് ചെക്കനും പെണ്ണും വരുന്നത് വരെ കാത്തു നിന്നു. അതൊക്കെ ആവാം. ഇതങ്ങനെയല്ല. ഇനി അവർ വന്നാൽ തന്നെ സ്റ്റേജിന്മേൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു ആങ്കറിങ് നടത്തുന്ന ഒരാളുണ്ടാവും. അവരുടെ വായിൽ തോന്നിയതൊക്കെ നമ്മൾ കേൾക്കണതൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയാവുമ്പോൾ ഭക്ഷണം കൊടുക്കുന്ന. അത് ഈ വിളിച്ചു വരുത്തിയ ആളുകളോട് നമ്മൾ വേണ്ടത്ര റെസ്പെക്റ്റ് കാണിക്കാതിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ വന്നിട്ടുള്ളവർക്ക് ഈ കല്യാണം മാത്രമല്ല, ചിലപ്പോൾ ഇവിടെ ഒന്ന് തല കാണിച്ച് വേറെ സ്ഥലത്ത് പോകേണ്ടതുണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മൾ വാക്ക് പാലിക്കുന്നതിലൂടെയാണ്. സമയം പാലിക്കുക, വാക്ക് പാലിക്കുക, ഇത് രണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം അല്പം സൂചിപ്പിച്ചതാണ്. ഇതുപോലെ തന്നെയാണ് ഇനിയും ഇപ്പോൾ വിജയം ഉണ്ടായി. ഒരു വിജയമുണ്ടായാൽ അതെപ്പോഴും മറ്റുള്ളവർക്ക് ആട്രിബ്യൂട്ട് ചെയ്യണം. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ വിജയം ഉണ്ടായത് എന്ന് പറയാൻ കഴിയുന്നവനെ ഒരു നേതാവാകാൻ കഴിയുള്ളൂ. അബ്ദുൽ കലാമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സ്പേസ് എൻഡേവേഴ്സൊക്കെ വിജയകരമായി തീരുമ്പോൾ അദ്ദേഹം ആദ്യം പറയുക എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചേർന്ന് അവരുടെയൊക്കെ കൂടി പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത് വിജയത്തിലെത്തിയത് എന്ന്. എപ്പോഴും നമ്മൾ വിജയം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ആ ഒരു വിനയ സ്വഭാവം നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും അങ്ങനെയല്ല. എന്തെങ്കിലും നമുക്കൊരു വിജയം ഉണ്ടായാൽ നമ്മൾ കക്ഷത്തിൽ 2 നാരങ്ങ വെച്ച മാതിരി ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ, കണ്ടോ ഞാനാണത് ചെയ്തത് എന്ന് മറ്റുള്ളവരാണ് പറയേണ്ടത്. നമ്മൾ തന്നെ പറയാൻ പാടില്ല. അതുകൊണ്ടൊരു നല്ല നേതാവാണെങ്കിൽ ആ അയാൾക്കുണ്ടാകുന്ന വിജയങ്ങൾ അത് മുഴുവൻ മറ്റുള്ളവരുടെ
മേലെ ചാർത്തും. മറ്റുള്ളവരാണ് അതിൻ്റെ കാരണക്കാർ. ഞാൻ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയ്ക്കാണ് നമ്മൾ. അപ്പോൾ വീട്ടിൽ ഒരു കുട്ടികൾ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയാൽ അത് ഞാൻ മേടിച്ചു തന്നതുകൊണ്ടാണ്, അങ്ങനെയല്ല. അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തവർ. അവരെ പ്രോത്സാഹിപ്പിച്ച് ഇനിയും നിനക്ക് വലുതും കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിയുമെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ പരാജയങ്ങളുണ്ടാവും. ഒരു കുട്ടിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റു. പരീക്ഷയിൽ തോറ്റാൽ നമുക്ക് പറയാവുന്നത് അത് സാരമില്ല, അത് ഞാൻ നിനക്ക് തന്ന നിർദ്ദേശങ്ങൾ മുഴുവൻ ശരിയായില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് വന്നത് എന്ന് പറയാം. അപ്പോൾ വിജയം ഉണ്ടായത് ഞാൻ നിന്നെ പഠിപ്പിച്ചതുകൊണ്ട്, ഞാൻ നിന്നെ നിയന്ത്രിച്ചതുകൊണ്ട്, അതുകൊണ്ടൊക്കെയാണ് നിനക്ക് വിജയം ഉണ്ടായത്. അങ്ങനെയല്ല. നീ നന്നായി പഠിച്ചതുകൊണ്ട് നിനക്ക് വിജയം ഉണ്ടായി. ഇനിയും നിനക്ക് നന്നായി പഠിക്കാൻ കഴിയും. ഇതിൽ വലിയ വിജയം ഉണ്ടാവാനായിട്ട് ഉണ്ടാക്കാനായിട്ട് നിനക്ക് കഴിയും. ഇപ്പം നിങ്ങൾ തൽക്കാലം മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ തോറ്റു, അത് ഞാൻ വേണ്ടതുപോലെ നിർദ്ദേശം തരാത്തത് കൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള തരത്തിൽ എന്ത് തോൽവി ഉണ്ടാവുമ്പോഴും അത് നമ്മുടെ കുറ്റം കൊണ്ടാണ് എന്ന് നമ്മൾ പറയാൻ തയ്യാറാവണം. ഞാൻ ഓർക്കുന്നു, ഒരു മന്ത്രി, പേരെൻ്റെ ഓർമ്മയിൽ ഇല്ല, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്, ഉൾസരിലാൽ നന്ദ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹം ഒരിക്കൽ റെയിൽവേ മിനിസ്റ്ററായിരുന്നു. എവിടെയോ തീവണ്ടി മറിഞ്ഞ് വലിയ അപകടമുണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച ഒരു മന്ത്രി. പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ നമ്മുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരാം. പരാജയപ്പെടുമ്പോൾ നമ്മളൊക്കെ, സാധാരണ നേതാക്കന്മാരൊക്കെ ചെയ്യുന്നത് അത് മറ്റുള്ളവരുടെ തലയിലിടുക, എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ തലയിലിടുക. അതാണ് പലപ്പോഴും ചെയ്യുന്നത്. മറിച്ച് പരാജയങ്ങളൊക്കെ എൻ്റെ നോട്ടക്കുറവ് കൊണ്ട് വന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഇതിനൊക്കെ ഒരു അല്പം വിനയവും അല്പം താഴ്മയും ഒക്കെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും നേതൃസ്ഥാനത്തിരിക്കുന്നവർ അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ വലിയൊരു എയർ പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയല്ല വേണ്ടത്. എപ്പോഴും താഴ്ന്ന് നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. വിജയം മറ്റുള്ളവർക്ക് കൊടുക്കുകയും തോൽവിയുടെ കാരണങ്ങൾ നമ്മളിലാണ് എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒന്ന്. അതുപോലെ തന്നെ എപ്പോഴും കർമ്മോന്മുഖരായിരിക്കണം. ജോലി ചെയ്യുന്നവരായിരിക്കണം മുഴുവൻ സമയവും. അലസത എന്ന് പറയുന്നത് വലിയ ഒരു പാപമാണ്. ആ അലസത നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മൾ അലസരായിരിക്കുമ്പോൾ നമ്മളോട് ചേർന്നുള്ള ആളുകളും അലസരായിരിക്കും. നമ്മൾ കർമ്മോന്മുഖരാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ കർമ്മോന്മുഖരാകും. ഇപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ഒരു കല്യാണത്തിന് ചെന്നു, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ നടക്കുന്ന അവിടെ ചെന്നപ്പോഴാണ് നിങ്ങൾ ആരെങ്കിലും കസേരകളൊക്കെ എടുത്തിടണതൊക്കെ കാണുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഒരു കസേര അവരുടെ കൂടെ സഹായിച്ചു കൊടുത്തു എന്ന് വിചാരിക്കും. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയണത്, പക്ഷേ ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാവും. നിങ്ങൾ കേരളം മുഴുവൻ ഭരിക്കുന്നൊരു നേതാവിനെക്കുറിച്ചോ ഇന്ത്യ ഭരിക്കുന്ന നേതാവിനെക്കുറിച്ചോ അവരെ ഒന്നും കുറിച്ചല്ല, അല്ലെങ്കിൽ വലിയൊരു കമ്പനിയുടെ CEO ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ച ചെറിയ ജീവിതത്തിൽ ഒരു നേതൃസ്ഥാനമുണ്ട്, നമുക്ക് അത് കിട്ടും. ഞാനൊരിക്കൽ ഒരു സ്കൂളിൽ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് ചെന്നപ്പോൾ എൻ്റെ തൊട്ട് പിന്നാലെ ഒരു വലിയ സിനിമക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും ആ മീറ്റിങ്ങിൽ ഉണ്ട്. അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം തൊട്ട് പിന്നാലെ വന്ന് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു ചാനലിൽ അദ്ദേഹത്തെ ഇങ്ങനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രസംഗവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വന്ന വഴിക്ക് തന്നെ ഒരു കസേര ഇട്ടിരുന്നു.
അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്റ്റേജിന്മേൽ കയറാനൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്കുള്ള സീറ്റ് താഴെ ഇട്ട് തന്നാൽ കൊള്ളാം. അപ്പോൾ സ്റ്റേജിന്മേൽ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു, അത് താഴേക്ക് ഇറക്കണം. അവിടുത്തെ വളണ്ടിയേഴ്സൊക്കെ ഉണ്ട്, ഞാനതിൻ്റെ കൂട്ടത്തിൽ കൂടി സ്റ്റേജിന്മേൽ നിന്ന് ചെയറൊക്കെ താഴെ ഇറക്കി എല്ലാവരും താഴെ ഇരുന്നാണ്. അപ്പോൾ എൻ്റെ പ്രസംഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വന്നപ്പോൾ അദ്ദേഹം, ഞാൻ ഇന്ന ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ആ കസേരയൊക്കെ എടുത്ത് ഇടുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഒരു മതിപ്പ് തോന്നിയെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, എവിടെ ചെല്ലുമ്പോഴും നമുക്ക് ജോലി ചെയ്യാനൊരു സൗകര്യമുണ്ടോ അത് ചെയ്തു നോക്കുക. വലിയ നേതാവായിട്ട് യേശു തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏറ്റവും വലിയ സീറ്റിലിരിക്കരുത്, ഏറ്റവും മുന്നിലിരിക്കരുത് എന്നൊക്കെ. അതായത് ഒരു ശുശ്രൂഷകനാകുക, അതാണ് നമ്മളുടെയൊക്കെ ഡ്യൂട്ടി. അതാണ് ശുശ്രൂഷകനാകുക. എവിടെയൊക്കെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാനുള്ള ഒരവസരമുണ്ടോ അവിടെയൊക്കെ അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമുക്ക് തന്നെ വലിയൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞങ്ങളുടെ സെൻറ് തോമസ് കോളേജിൽ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, അവിടെ ഡി-സോൺ മത്സരം നടക്കുകയാണ്. അപ്പോൾ രാത്രി മുഴുവൻ എല്ലാവരും പണിയെടുത്തു കഴിഞ്ഞ് ഞങ്ങളൊക്കെ കുളിക്കാനായിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ അടിച്ച് വെടുപ്പാക്കാനായിട്ട്, ഗ്രൗണ്ട് മുഴുവൻ അടിച്ച് വെടുപ്പാക്കാനായിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അവരുടെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാർട്ടിസിപ്പൻസ് വന്നും തുടങ്ങി. അപ്പം ഞങ്ങൾ കുറച്ച് മാഷന്മാർ തിരിച്ചെത്തിയ സമയമാണ്. ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഈ താഴെ കിടക്കുന്ന ഓലയും ഇലയും കടലാസും ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുക്കാൻ തുടങ്ങി. ഓരോരുത്തർ എടുക്കാൻ തുടങ്ങി. മാഷന്മാരെല്ലാവരും എടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നിരുന്ന എല്ലാ കുട്ടികളും അതിൽ പങ്കുചേർന്നു. അരമണിക്കൂർ കൊണ്ട് സെൻറ് തോമസ് കോളേജിൻ്റെ ക്വാഡ്രാങ്കിൾ ക്ലീനായി. അത് ചെയ്യാനൊരു കൂട്ടരെ ഏൽപ്പിച്ചിരുന്നു. അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ആൾക്കാർ ചെയ്തത്. ഞങ്ങൾ ഏതാനും മാഷന്മാർ 3-4 പേരാണ് ഞങ്ങൾ തുടക്കമിട്ടത്. അരമണിക്കൂർ കൊണ്ട് ആ ക്വാഡ്രാങ്കിൾ മുഴുവൻ കുട്ടികൾ ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മൾ മുതിർന്നവർ, അവരാണല്ലോ നേതൃസ്ഥാനത്തിരിക്കുന്നവർ. അപ്പോൾ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ ഉടനെ തന്നെ അനുകരിക്കും. കർമ്മോന്മുഖരായിരിക്കണം, ജോലി ചെയ്യുന്നവരായിരിക്കണം. ഞാനതൊക്കെ എൻ്റെ അപ്പനിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൻ നല്ല കഠിനാധ്വാനിയായിരുന്നു. ജോലിക്കാരുണ്ട്, എന്നാലും അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യിക്കും, വേണ്ടി വന്നാൽ ജോലി ചെയ്യുകയും ചെയ്യും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കസേരയിലിരുന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങും. അപ്പോഴേക്കും 2 മണിയാവും. 2 മണിയാവുമ്പോഴേക്കും അപ്പൻ മുൻപിൽ ചെന്ന ആൾക്കാരൊക്കെ മിക്കവാറും പറമ്പിലൊക്കെ കിടന്ന് ഒന്ന് വിശ്രമിക്കുന്ന, ഒരു ഓല വെച്ച് ഒരു ഓലയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളത്. അവർ തന്നെത്താൻ എനിക്കാണെങ്കിൽ ഒരു പക്ഷേ 2 മണിക്ക് എനിക്കൊന്നും വരില്ല. അപ്പൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരൊക്കെ ഞാനതൊക്കെ കണ്ടു വളർന്ന ആളാണ്. മാതാപിതാക്കൾ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പൂർണ്ണ സമയം ജോലി ചെയ്യുന്ന കാര്യത്തിൽ മുഴുവൻ കർമ്മോന്മുഖനായിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതൃക കൊടുക്കേണ്ടതാണ്. പലരും അലസരായി ജോലി ഒന്നും ചെയ്യാതെ കഴിഞ്ഞുകൂടുകയാണ്. ഈ അലസത മക്കളിലേക്കും പകരും. അലസത ഒരു പാപമാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, അലസൻ ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ്. അതിനെടുക്കാൻ നോക്കുന്തോറും കൂടുതൽ ആഴത്തിലേക്ക് പോവുക ചെയ്യാം. ഒരു അലസനായ ഒരു വ്യക്തിക്ക് നല്ല ഒരു നേതൃസ്ഥാനത്തേക്ക് വരാനായിട്ട് കഴിയുകയില്ല. അതുപോലെ ധൂർത്തടിക്കുന്ന ആളാവാൻ പാടില്ല. ധൂർത്ത് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ധൂർത്ത്. ഒന്ന് സമ്പത്ത് ധൂർത്തടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇരിക്കുന്ന ഒരുത്തിന് നേതൃസ്ഥാനത്തേക്ക് വരാനായിട്ട് കഴിയില്ല. അവൻ കുറേ കഴിയുമ്പോൾ പാപ്പരായി പോകും.
ധൂർത്തപുത്രൻ അങ്ങനെയല്ലേ? ധൂർത്ത് വലിയൊരു പാപമാണ്. അവൻ അവസാനം ഒരു അടിമയായി മാറിയില്ലേ? അവന് നേതാവാകാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ധൂർത്ത് വലിയ പാപം, സമ്പത്തിൻ്റെ ധൂർത്ത്. സമ്പത്ത് നമുക്ക് മാത്രമുള്ളതല്ല. ദൈവം നമുക്ക് സമ്പത്ത് തരുന്നത് നമുക്ക് മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവനെ മാത്രമേ നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിയുള്ളൂ. നമുക്ക് മാത്രമായിട്ട് ആണെങ്കിൽ ഇത്രയും തരേണ്ട, ദൈവം തരുന്നതാണ്, ഇത്രയും തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ആണ് ദൈവം ഈ സമ്പത്ത് തരുന്നത്. ഇത് ഞാൻ തന്നെ ഒരിക്കലും ധൂർത്തടിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സമ്പത്ത് മാത്രമല്ല, സമയം ധൂർത്തടിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമയം ധൂർത്തടിച്ച് കളയുന്നവർ. പണ്ടത്തെ ചീട്ടുകളിയും പകിടകളി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് സ്ക്രീനിൻ്റെ മുൻപിൽ ഇരുന്നിട്ടാണ് സമയം ധൂർത്തടിക്കുന്നത്. മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ മക്കളും അത് തന്നെ ചെയ്യും. കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് എന്നോട് പറയുമായിരുന്നു, മാഷ കുട്ടിയെ വിളിച്ചൊന്ന്, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. വീട്ടിൽ വന്നാൽ, വെക്കേഷനിൽ വീട്ടിൽ വന്നാൽ ഈ മൊബൈലുമേ തോണ്ടിയിരിക്കുകയാണ്. ആ അമ്മ ഉപയോഗിച്ച വാക്കാണത്. അത് സമയം ധൂർത്തടിക്കുന്നതിന് തുല്യമാണ്. സമയം ധൂർത്തടിക്കുകയാണ്. അവരൊരു നേട്ടം ഉണ്ടാക്കില്ല. സമ്പത്ത് ധൂർത്തടിക്കുന്നവൻ അടിമയായി മാറും. സമയം ധൂർത്തടിക്കുന്നവന് ഒരു നേട്ടവും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. കാരണം സമയമാണ് നമ്മുടെ അസംസ്കൃത വസ്തു എന്ന് പറയാം. അത് ഉപയോഗപ്പെടുത്തണം. സമയം ഉപയോഗപ്പെടുത്തുന്നവനാണ് വിജയിയായി മാറുക. പൗലോസ്ലീഹ കൃത്യമായി പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, നിങ്ങളുടെ സമയം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവിൻ. സമയം പൂർണ്ണമായി ധൂർത്തടിക്കുമെന്നല്ല, സമയം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവിൻ, പ്രയോജനപ്പെടുത്തുവിൻ എന്നാണ് വാക്ക്. ഉപയോഗപ്പെടുത്തുന്നതല്ല, പ്രയോജനപ്പെടുത്തുവിൻ. പ്രയോജനമുള്ള ഒരു കാര്യം, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നാണ് പൗലോസ്ലീഹ പറയുന്ന വാക്ക്. അതുപോലെ ഞാൻ കഠിനാധ്വാനത്തെക്കുറിച്ച് പറഞ്ഞു. അതും പൗലോസ്ലീഹയിലേക്ക് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, 2 സ്ഥലത്ത് പറയുന്നുണ്ട്. ഒന്ന്, അധ്വാനിക്കാത്തവൻ അപ്പം തിന്നാതിരിക്കട്ടെ എന്നാണ്. അധ്വാനിക്കാത്തവൻ അപ്പം തിന്നാതിരിക്കട്ടെ. അപ്പം തിന്നാൻ നിങ്ങൾക്ക് അർഹതയുണ്ടാവണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണമെന്ന് തന്നെയാണ് പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നത്. എത്ര പേരാണ് അധ്വാനിക്കാതെ അപ്പം തിന്നുന്നവരായിട്ടുള്ളവർ? രണ്ടാമത് ഒരു കാര്യം കൂടി പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് സഹായം സ്വീകരിച്ച് ജീവിക്കാം, പക്ഷേ ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചിട്ടാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്ന്. പൗലോസ്ലീഹ സഹായിക്കാൻ എത്രയോ പേരുണ്ടാവും. പക്ഷേ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾക്ക് ഞാനൊരു ഭാരമായി തീരാതിരിക്കാൻ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നേതൃസ്ഥാനത്തിൻ്റെ അടയാളങ്ങളാണ്. അധ്വാനിക്കുന്നു. അധ്വാനിച്ചിട്ട് നിങ്ങൾ നമുക്ക് ഓരോരുത്തരും ആലോചിക്കണം, ഞാൻ അപ്പം തിന്നുന്നത് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണോ അതോ വേറെ ആരുടെയെങ്കിലും അധ്വാനത്തിൻ്റെ ഫലമാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പോസിറ്റീവായി ചിന്തിക്കേണ്ട ഒരു വ്യക്തിയാണ് ഒരു നേതാവ്. പോസിറ്റീവായി ചിന്തിക്കുക, എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ സ്വപ്നങ്ങൾ കാണുന്നവനായിരിക്കണം. എനിക്ക് നന്മ വരുന്നു, എൻ്റെ കൂടെയുള്ളവർക്ക് നന്മ വരുന്നു, അത് മാത്രമേ സ്വപ്നം കാണാൻ പാടുള്ളൂ. നെഗറ്റീവായിട്ടൊന്നും നമ്മൾ കാണാൻ പാടില്ല. പോസിറ്റീവായി സംസാരിക്കുകയും പോസിറ്റീവായി ചിന്തിക്കുകയും പോസിറ്റീവായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനായിരിക്കണം ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നവൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.